സർ, 1999 കിഫ്ബി ആക്ട് ഭേദഗതി ചെയ്യാനുണ്ടായ സാഹചര്യം സാമ്പത്തിക മരവിപ്പ്, വികസന മുരടിപ്പ്, അടിസ്ഥാന വികസന മേഖലയിൽ നിശ്ചലത, സാമ്പത്തിക വളർച്ചയിലെ മാന്ദ്യം, ബജറ്റിന് പുറമേയുള്ള വിഭവ സമാഹരണം, ഇതൊക്കെ ഒരു അസാധ്യമായ നില. ഈ രംഗങ്ങളിലൊന്നും കിഫ്ബിക്കൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയായിരുന്നു. കിഫ്ബി എന്ന് ആരും വലിയ തോതിൽ കേട്ടിട്ടില്ലാത്ത സ്ഥിതിയായിരുന്നു. അതായിരുന്നു 2016 വരെയുള്ള സ്ഥിതി. ഈ മരവിപ്പിനെ മുറിച്ചു കടക്കാനും ബജറ്റിൻ്റെ പരിമിതിക്കപ്പുറത്ത് വിഭവസമാഹരണവും അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള വിനിയോഗവും ഉറപ്പാക്കാനും അടിയന്തരമായി ചിലത് ചെയ്തേ മതിയാവൂ എന്ന നില വന്നു. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഭാവനാപൂർണവും പ്രായോഗികവുമായി LDF സർക്കാർ നടത്തിയ ഇടപെടലായിരുന്നു 1999 കേരള അടിസ്ഥാന സൗകര്യ നിക്ഷേപ നിധി നിയമം ഭേദഗതി ചെയ്യൽ. സർ, അങ്ങനെയാണ് കിഫ്ബി വഴിയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അതുവഴി ഉദ്ദേശിച്ചത്. അത് പ്രതീക്ഷകളെയും ലക്ഷ്യങ്ങളെയും കടന്ന് ഈ കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് 87,521 കോടി 36 ലക്ഷം രൂപയുടെ 1,147 പദ്ധതികളുടെ വിജയകരമായ നിർവഹണത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇതൊക്കെ അറിയപ്പെടുന്ന വസ്തുക്കളാണല്ലോ. ഇത് കേരളത്തിൽ ഒന്നും ശരിയാവില്ല എന്ന് വാദിച്ചവരെയും വിഭവങ്ങളുടെ അഭാവത്തിൽ ആകെ മുരടിക്കുന്ന അവസ്ഥയിൽ കേരളം അടിഞ്ഞു കിടന്നുകൊള്ളും എന്ന് പ്രതീക്ഷിച്ചിരുന്നവരെയും ഒട്ടൊന്നുമല്ല പരിഭ്രമിപ്പിച്ചത്. വഴിയില്ലാത്തിടത്ത് വഴി വെട്ടുകയായിരുന്നു, മരവിപ്പിനെ മുറിച്ചു കടക്കുകയായിരുന്നു. അതാണ് LDF സർക്കാർ ചെയ്തത്.